എല്ലാവർക്കും നമസ്കാരം. ഏതും ജാതി പ്ലാന്റേഷൻ നേഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഡെങ്സൂര്യ ഇനത്തിൽപ്പെട്ട പ്ലാവുന്തയാണ്. ഇതിൻ്റെ അകത്തൊരു വ്യത്യസ്തമായ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് രാത്രിയിൽ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇടയായത്. ഇതിൻ്റെ അകത്തൊരു ചെറിയ ചൊട്ട ഇട്ടിട്ടുണ്ട്. ആദ്യമേ ഞാൻ വിചാരിച്ചത് അടുത്ത ഇല കൂമ്പ് വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചൊട്ട ഇട്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഡെങ്സൂര്യ ഇത്രയും ചെറുപ്പത്തിൽ ചൊട്ടയിടുന്നൊരു പ്രവണത ഡെങ്സൂര്യയ്ക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഡെങ്സൂര്യ ഇനത്തിൽപ്പെട്ട നമ്മുടെ ചുമന്ന ചുളയുള്ള പ്ലാവിൻ്റെ തൈയാണ്. പക്ഷെങ്കിൽ എൻ്റെ അറിവിലോ അല്ലെങ്കിൽ ഇതുവരെയോ ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് അറിയത്തില്ല, ഇത്രയും ചെറുപ്പത്തിൽ ചൊട്ടയിടുന്നത്. അപ്പം ഇതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. എവിടെയെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ ചെറുപ്പത്തിൽ ചൊട്ടയിട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഡെങ്സൂര്യ വെറൈറ്റിപ്പെട്ട ഏതെങ്കിലും പ്ലാവ് നമ്മുടെ നാട്ടിൽ ഇത്രയും ചെറുപ്പത്തിൽ കവറിൽ തന്നെ ചൊട്ടയിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നമ്മുടെ ബഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ 10-12 വലിയ കവറിലോട്ട് ഈ ഇടയ്ക്ക് മാറ്റിയായിരുന്നു. ചെറിയ തൈകളായിരുന്നു. അപ്പോൾ ഇച്ചിരി വലുതാക്കാൻ വേണ്ടിയിട്ട് 10-12 കവറിലോട്ട് മാറ്റി. സാധാരണ രീതിയിൽ ചെറിയ നമ്മൾ 6-8 കവറിലോട്ടൊക്കെയാണ് മാറ്റുന്നത്. 8-10 കവറിലോട്ടൊക്കെ മാറ്റും. പക്ഷേ ഇത് ഞാൻ ഇച്ചിരി വലുതാക്കാൻ, നല്ല ബുഷാക്കാൻ വേണ്ടിയിട്ട്, ഡെങ്സൂര്യയുടെ ഒരു രീതി അറിയാമല്ലോ, നല്ലതായിട്ട് ബുഷായിട്ട് വരുന്നത് കൊണ്ട് നമ്മളത് നല്ല ബുഷായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി വലിയ കവറിലോട്ട് തന്നെ, അതായത് 10-12 കവറിലോട്ട് ഇത് മാറി വെച്ചത്. വളരെ ചെറിയ തൈയാണ്, നിങ്ങൾ നോക്കിയാലറിയാം. ഇത് ബഡ് ചെയ്തിട്ട് ഏറെക്കുറെ ഒരു 6 മാസത്തിൽ കൂടുതലൊന്നും ആയിട്ടില്ല. പിടിച്ച് സത്യം ഇത്രയും വളർച്ചയുമുള്ളൂ. ഈ വളർച്ചയിലാണ് ഇതുപോലെ ഇങ്ങനൊരു ചൊട്ട ഇടാനായിട്ട് ഇടയായത്. അപ്പം ഇതിനെപ്പറ്റി അറിയാവുന്നവർ ദയവായിട്ടൊന്ന് പറഞ്ഞു തരണം. ഡെങ്സൂര്യ വെറൈറ്റി നമുക്കറിയാം, കേരളത്തിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. 4 വർഷം മുതൽ 5 വർഷം 6 വർഷമൊക്കെ എടുക്കും കായ്ക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ചെറുപ്പത്തിൽ എവിടെയെങ്കിലും കായ്ച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെ എല്ലാവരും ഒന്ന് മെസ്സേജ് ഇടണം. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ ഈ വലിപ്പമുള്ള തൈകളൊക്കെ, ഡെങ്സൂര്യയുടെ തൈകൾക്ക് നമുക്ക് 80 രൂപയാണ് വില വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഈ തൈ കൊടുക്കുന്നില്ല, കാരണം ഇതൊന്ന് മണ്ണിൽ വെച്ച് തന്നെ പരീക്ഷിച്ച് നോക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാവുന്നവർ ദയവായിട്ട് നമ്മുടെ കമൻറ്റിൽ ഒന്ന് ഇടുക. ഡെങ്സൂര്യ ഇത്രയും ചെറുപ്പത്തിൽ കായ്ക്കുമോ?